ശരണിയിലേക്ക് വരാം. എന്തായാലും കടവന്ത്രയിൽ നിന്നും കാണാതായ സുഭദ്രയെ മണ്ണഞ്ചേരിയിൽ കൊന്നു കുഴിച്ചുമൂടിയതായുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത്. പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇപ്പോൾ കടവന്ത്രയിലെ വീട്ടിൽ നിന്ന് ഡാനി പോൾ കൂടി ചേരുന്നു. ഡാനി, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? കടവന്ത്രയിലെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ 4-നാണ് ഇവരെ കാണാനായില്ല എന്ന് പരാതി ലഭിക്കുന്നത്. ഈ പരാതിക്ക് ശേഷമാണ് പോലീസ് സംബന്ധിച്ച അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. സ്വാഭാവികമായും ഇതിനുശേഷം നടത്തിയ വിപുലമായ രീതിയിൽ നടത്തിയ അന്വേഷണം, പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന CCTV ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം തന്നെ വ്യക്തമാവുന്നുണ്ട്. മറ്റൊരു സ്ത്രീക്കൊപ്പം തന്നെ നടന്നു പോകുന്നത് വ്യക്തമാകുന്നുണ്ട്. ഇതിനുശേഷമാണ് പോലീസ് ഇവരെക്കുറിച്ച് കൂടെ ഉണ്ടായിരുന്നത് ആര് എന്ന സംബന്ധിയായ കാര്യങ്ങളെല്ലാം കുറിച്ച് അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഇത് ഇവിടെയാണ് സുഭദ്രയുടെ വീട് ഉള്ളത്. കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി താമസിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ അവരുടെ സ്ഥിരമായ ഒരു സന്ദർശക അല്ലെങ്കിൽ ഒരു പരിചയക്കാരിയായിരുന്നു ശർമിള എന്ന് പറയുന്നത്. ശർമിള കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവിടെ എത്തിപ്പോകുന്നതായിട്ട് നാട്ടുകാർക്ക് അറിയാമായിരുന്നു. ഇത് തന്നെ അവർ തന്നെയാണ് ഈ CCTV ദൃശ്യങ്ങളിലടക്കം ഉള്ളതും ഇവരുടെ ദൃശ്യങ്ങളാണ് എന്നതാണ് മനസ്സിലാകുന്നത്. ഇതിനുശേഷം പോലീസ് ഇവരെവിടെയുണ്ട് എന്നത് സംബന്ധിച്ചുള്ളൊരു കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് അടക്കം കടക്കുകയും ചെയ്തിരുന്നു. ഇവിടെ എങ്ങനെയായിരുന്നു അവസാനം? എനിക്ക് എന്റെ അടുത്ത് ഈ വീട്ടിലെ ഞാൻ ആശാവർക്കറാണേ. അപ്പൊ എന്റെ അടുത്ത് ഈ ചേട്ടന്റെ ഭാര്യയും ഇവരും ഭയങ്കര കൂട്ടുകാരായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് അവരാ പറഞ്ഞ മോളെ ഇങ്ങനെ സുഭദ്ര ചേച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൌൺസിലറെ വിളിച്ചറിയിച്ചിട്ട് ആ ചേച്ചിയാണ് ഇങ്ങനെ പോലീസിൽ പരാതി കൊടുത്തതിനാണ് ഇപ്പൊ ഇങ്ങനെ അന്വേഷണമായിരിക്കാൻ. ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുവുള്ളൂ. ഞാൻ ജൂലൈയിലാണ് അവസാനമായിട്ട് കണ്ടത്. ഇവര് പറയണ 4-ാം തീയതിയാണ് പോയതെന്നാണ് പറയണത്. അങ്ങനെ വിചാരിച്ചോ അമ്പലം തീർത്ഥാടനത്തിൽ? അങ്ങനെ വിചാരിച്ചിട്ടാ ഞങ്ങൾ ഇരുന്നു. ഇവര് കുറച്ചു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാറുണ്ടേ. ഇതിപ്പോ ഇത്രയും നന്നായിട്ടും കണ്ടില്ല. സന്ദർശകരോ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടോ പതിവ്? ഇവര് ഇങ്ങനെ പലിശക്കൊക്കെ കൊടുക്കുക ഇങ്ങനെ പറയണുണ്ട്. എപ്പോഴും സ്വർണ്ണമൊക്കെ ഇട്ട് ഇവര് നടക്കൂളേ. പലിശക്ക് കൊടുക്കൽ ഇച്ചിരി ഇതാണെന്ന് ആൾക്കാർ ഇങ്ങനെ പറയും. എപ്പോഴും ആഭരണങ്ങൾ അണിഞ്ഞേ നടക്കുള്ളൂ. ലാസ്റ്റ് ഇവിടെ കാണാതാവുമ്പോൾ ഒരു ശർമിള എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇല്ല, എനിക്ക് അവരെ അറിയില്ല. അവര് മുകളിൽ താമസിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ എന്തോ എനിക്കറിയില്ല. ഇവര് രാത്രി ഇങ്ങനെ വന്നു പോകുന്നല്ലാതെ എനിക്കറിയില്ല. എന്തായാലും പരിസരവാസികൾ നേരത്തെയും തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവരെ പലർക്കും തന്നെയും പലിശയ്ക്ക് കൊടുത്തിരുന്നു. ഒരു വലിയ തുകകൾ അല്ലെങ്കിൽ കൂടിയും കൂടുതൽ പേരിലേക്കും പലിശയ്ക്ക് കൊടുത്തിരുന്നു. ആ രീതിയിൽ പലരുമായിട്ട് ഇവർക്ക് ഒരടുപ്പവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ശർമിള എന്ന് പറയുന്ന സ്ത്രീ അവരായിട്ട് ഒരു അടുപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അവരുടെ അടുപ്പമുണ്ടായിരുന്നു. ഇവരൊരു വിവാഹം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊടുക്കുകയും എല്ലാം തന്നെ ചെയ്തത് സുഭദ്രയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം പലർക്കും ഇവരുടെ ഭർത്താവുമൊത്ത് ഇവിടെ ശർമിളയുടെ ഭർത്താവുമൊത്ത് ഇവിടെ വന്നിരുന്നതായും പറയുന്നുണ്ട്. ഈ ശർമിളയെ അവസാനമായി ഇവിടേക്ക് കണ്ട കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചാണ് പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയും അവരുള്ള ഒരു സ്ഥലം, അവരെ എത്തിപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം ഈ ആലപ്പുഴയിലാണ്, കലവൂരിലാണ് എല്ലാം അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്നാണ് കടവന്ത്ര പോലീസ് ഈ അന്വേഷണം ആലപ്പുഴയിലേക്ക് അടക്കം മാറ്റുകയും ചെയ്യുന്ന കൂടുതൽ അന്വേഷണത്തിലേക്ക് അടക്കം കടക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്നു. അവിടെയും അവർ ഉണ്ടായിരുന്നു. ഇവർ അവസാനമായി കണ്ട ഇടങ്ങളെല്ലാം തന്നെ എവിടെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇവർ കൊല ചെയ്യപ്പെട്ടതായുള്ള കാര്യങ്ങൾ കൂടി സ്ഥിരീകരിക്കുന്നു. ഇനി മറ്റു കാര്യങ്ങൾ, കാരണം ഇനി സംശയിക്കപ്പെടുന്ന ശർമിളയും അതോടൊപ്പം തന്നെ മാത്യൂസിനെയും അടക്കം ഇവർ ശർമിളയുടെ ഭർത്താവ് മാത്യൂസിലേക്ക് അടക്കം കാര്യങ്ങൾ ചെന്നെത്താനുണ്ട്, അന്വേഷണം ചെന്നെത്താനുണ്ട്. അപ്പോൾ അവരെ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നടപടികളും എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന വീട്ടിൽ അവിടെ ഒരു സ്ഥിരം സന്ദർശകയായിരുന്നു ശർമിള എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പരാതി നൽകിയപ്പോൾ നൽകിയ വിശദീകരണങ്ങളെല്ലാം തന്നെ ശേഷമാണ് ശർമിള ഇവിടെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു, കൃത്യമായി വന്നു പോകുന്ന ഒരാളായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അന്വേഷണം അതിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് അടക്കം എത്തി നിൽക്കുന്നു. പോലീസ് നേരത്തെയും ഇവിടെ ഈ വീട്ടിൽ വരികയും തൊട്ടടുത്തുള്ള ഈ സമീപവാസികളോടക്കം തന്നെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ശർമിളയിലേക്കും മാത്യൂസിലേക്കും അടക്കം അന്വേഷണം എത്തുകയും ചെയ്യുന്നത്. ശരി ഡാനി, മണ്ണഞ്ചേരിയിൽ നിന്നാണ് ഈ ഇത് കിട്ടിയത്, മൃതദേഹം ലഭിച്ചത്.